പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം വീണ്ടും രണ്ട് വാക്ക് പറയാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണുന്ന അറിയാമല്ലോ, എൻ്റെ ചാനലിനെ പറ്റിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് അത്ര വലിയ സംഭവമൊന്നുമായിട്ടൊന്നും ഇതിലില്ല. അതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് എന്താ ചെയ്യാനാണെന്ന് ചോദിക്കാം. അത് ശരിയാണ്. എങ്കിലും കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിട്ട് പോകരുത്, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ ഇപ്പോഴേ ഞാൻ പറയാൻ വന്ന വിഷയം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, മുല്ലപ്പെരിയാറിനെ കുറിച്ച് തന്നെയാണ് ചെയ്തത്. വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുന്നു. നമ്മുടെ VD സതീശൻ സാറ് പിന്നെ ഒരു കത്തെഴുതി അല്ലേ, മുഖ്യമന്ത്രി വിജയ്ക്ക് ഒരു കത്തെഴുതി എന്നൊക്കെ പറയുന്നു. നല്ല കാര്യമാണ്. പക്ഷെ ഒരു കത്തെഴുതിയിട്ടിരുന്നാൽ മാത്രം പോരാ. എന്താണ് നമുക്കെന്താണ് അവകാശം, നമ്മുടെ അർഹതയ്ക്ക് പറ്റിയ അവകാശം, നമുക്കെന്താണ് കിട്ടേണ്ടുന്നത്, തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി പോരാടുക തന്നെ വേണം. കേരളത്തിൽ വന്ന് നമ്മുടെ മുൻകാലത്തുണ്ടായിരുന്ന അവരുടെ കാല് പിടിച്ച് ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം കിട്ടിയേ പറ്റത്തുള്ളൂ, അതിനൊരു സാഹചര്യം കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അന്ന് കാല് പിടിച്ച് നമ്മൾ മുല്ലപ്പെരിയാർ ഡാം പണിയാനൊക്കെ, അതൊന്നും നമുക്കൊന്നും അറിയുന്ന കാര്യങ്ങളൊന്നുമല്ല, കേട്ടുകേഴ്വികൾ മാത്രമാണ്. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതല്ലേ. അന്ന് തുച്ഛമായ ഒരു പാട്ടക്കരാറിന്, തുച്ഛമൊന്നും പറയാനൊന്നും ഇല്ല, വളരെ അല്ലേ, അങ്ങനെ ചെയ്ത ഒരു സംഭവം ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ ആയിപ്പോയി. ഇരിക്കാനും ഇടം കൊടുത്താൽ പിന്നെ കയറി അങ്ങ്. ഇപ്പം വിജയ്ക്ക് ഈ കേരളത്തിലെ മനുഷ്യരെ സ്നേഹിക്കണമെന്നൊന്നും വിജയ്ക്ക് നിർബന്ധമൊന്നുമില്ല. അവർക്ക് അവരുടെ സംസ്ഥാനം നോക്കിയാൽ മതി, അവരുടെ സംസ്ഥാനത്തെ ജനങ്ങളെ നോക്കിയാൽ മതി. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും അല്ലെ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, സന്നദ്ധ സംഘടന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അല്ലെങ്കിൽ ഈ പിന്നെ എന്താ പറയുക, സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടല്ലേ, എല്ലാവരും കൂടെ ചേർന്ന് നമുക്കൊരു ദുരന്തം വന്നതിന് ശേഷം അയ്യോ വന്നെന്ന് പറഞ്ഞ് വിളിക്കാതെ അതിനു മുൻപേ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെ അതിനെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുന്നവരോടൊപ്പം നിൽക്കുക. ഇപ്പോൾ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അതെൻ്റെ 3-4 മന്ത്രിമാരും മാത്രമല്ല, പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ആകാം. അവർ നേരത്തെ ഭരിച്ചിരുന്നവരാണല്ലോ, അവർക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നവരോടൊപ്പം നിൽക്കാം. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ 3 MLA-മാരുണ്ട്, ശക്തരായ 3 MLA-മാരുണ്ട്. അവർക്ക് അതിൻ്റെ പിന്നിൽ നിൽക്കാം. ഒരു നീറ്റ് പരീക്ഷയുടെ പേരിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. അത് സത്യത്തിൽ അതിന് വേണ്ടുന്ന സമയബന്ധിതമായിട്ട് അതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അത് ഉണ്ടാകില്ലായിരുന്നു. എന്തായാലും അത് സംഭവിച്ചു. അന്നിവിടുന്ന് കുറേ സിനിമാക്കാർ പോയായിരുന്നല്ലോ. പ്രധാനമന്ത്രിയെ തെറി വിളിക്കാൻ എന്തുമാത്രം പേരുണ്ടായിരുന്നു. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, അല്ലാതെ ഒരു കോൺഗ്രസ്സുകാരൻ്റെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ, ഒരു BJP-കാരൻ്റെ പ്രധാനമന്ത്രിയല്ല. അതാദ്യം മനസ്സിലാക്കണം. ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ 140 കോടിയോളം വരുന്ന ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ ഇരുന്നുകൊണ്ട് ആക്ഷേപിക്കാൻ ഒക്കെ മനസ്സുള്ള ആൾക്കാർക്ക് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചൂടെ? ഈ 4, 5 ജില്ല, 6 ജില്ല ഇല്ലാതാകുന്ന കേരളത്തിൻ്റെ ഒരു വലിയ പ്രശ്നത്തിന് മുഖ്യമന്ത്രിയോടൊപ്പം നിന്ന് ഈ എല്ലാ ജാതിയും മതവും എല്ലാം വിട്ട് നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, മുല്ലപ്പെരിയാർ പൊട്ടി വരുമ്പം മുസ്ലിങ്ങളെ മാത്രം കൊണ്ടുപോകാം, ഹിന്ദുക്കളെ മാത്രം കൊണ്ടുപോകാം, അല്ലെ ക്രിസ്ത്യൻസിനെ മാത്രം കൊണ്ടുപോകാം എന്നൊന്നും വെള്ളത്തിന് ഇതില്ലല്ലോ. അറിയാമല്ലോ, ദുരന്തം ഉണ്ടായപ്പം കഷ്ണമായിട്ട് തല വേറെ, കാല് വേറെ, കൈ വേറെ, അവയവങ്ങളെല്ലാം ഉടൽ വേറെ, അങ്ങനെ പോയതാണല്ലോ, പറക്കിയെടുത്ത് ഇതൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിനും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു പ്രശ്നത്തിന് ഇവിടെ മുൻകൈ എടുക്കാൻ ആരുമില്ലേ? ഒരു മുഖ്യമന്ത്രി മാത്രം വിചാരിക്കണോ? ഇപ്പോൾ ഒരു പുതിയ ചാനലുണ്ട്, കുറേ നാളായതാണ് ഞാൻ ഈ അടുത്ത സമയത്താണ് കാണുന്നത്. ബിഗ് TV, നല്ല ചാനലാണ്. വാർത്തകൾ അത്യാവശ്യം സത്യസന്ധമായി തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സുജയ പാർവതിയുടെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നല്ലോ മുതലപ്പുഴയെക്കുറിച്ച്. ഇപ്പോഴാണോ ഉണ്ടായത്? അല്ലല്ലോ, നേരത്തെ ഉള്ളതല്ലേ. ഈ സംഭവങ്ങളൊക്കെ നേരത്തെ നടക്കുന്നതാണ്, കാലാകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് അതിനൊന്നിനും സമയബന്ധിതമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാതെ ഇപ്പോൾ എത്ര മാസമായി കാണും UDF ഭരണത്തിൽ കയറിയിട്ട്? അതിന് മുൻപ് ആരായിരുന്നു ഭരിച്ചിരുന്നത്?
ആരെങ്കിലും അങ്ങോട്ട് ഭരിക്കാൻ കയറുന്നുണ്ടെങ്കിൽ അവരെ ഇരുന്ന് കുറ്റം പറയുക. അതിന് മുൻപ് ഭരിച്ചിരുന്നവർക്ക് എന്താ ചെയ്തുകൂടായിരുന്നോ? ഈ വോട്ട് ചെയ്ത ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ വന്ന് പറഞ്ഞോ അയ്യോ അതൊന്നും ചെയ്യരുതേന്ന്? നിങ്ങളെ എന്തിനാണ് ആ സ്ഥാനങ്ങളിൽ ഏൽപ്പിക്കുന്നത്? അതൊക്കെ നോക്കിക്കണ്ട് ചെയ്യാനാണ്. മാസാമാസം ശമ്പളം എണ്ണിയെടുക്കാൻ വേണ്ടി മാത്രമല്ല, ഇതൊക്കെ ചെയ്യണം. അതുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അതിപ്പോൾ എന്തായാലും വിദഗ്ധ അന്വേഷണത്തിൽ പറയുന്നത് എന്താണ്? മുല്ലപ്പെരിയാറിനാണ് ഇത്രയും കാലപ്പഴക്കമുള്ളത്. തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ അവകാശപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ജോസഫ് വിജയ് പറയുകയാണ് നടക്കില്ല 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 എന്ന്. മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന അത് തമിഴ്നാട്ടിലല്ലല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലല്ലോ വിജയ്. കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അല്ലെ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ, അല്ലെ മറ്റ് നേതാക്കന്മാരുണ്ടല്ലോ, മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടല്ലോ. നമ്മുടെ തീരുമാനം നമ്മൾ പറയണം. നടക്കില്ല എന്ന് വെച്ചാൽ നടക്കില്ല എന്ന് തന്നെ. ഇതിന് പരിഹാരം കാണണമെന്ന് വെച്ചാൽ കാണണം. അല്ല, ഇതൊന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ അന്ത്യചർച്ചയിൽ വന്നിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് അവർ പറയുന്നത് എന്താണെന്ന് അവർക്കും മനസ്സിലാവത്തില്ല, കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കും മനസ്സിലാവത്തില്ല. പിന്നെ അതൊരു വിഷയം കിട്ടുന്നത് വരെ മാത്രമേ ഉള്ളൂ. ആ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ വേറൊരു വിഷയത്തിലേക്ക് പോകും. വേറൊരു വിഷയം കിട്ടുമ്പോൾ അവർ അതിൻ്റെ പുറകെ പോകും. അടിസ്ഥാനപരമായിട്ട് ആ ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നത് വരെ നിൽക്കുന്നില്ല. അതാണ് ഞാൻ ബിഗ് ടി വിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചത്, സുജയ പാർവതിക്ക്. മാധ്യമരംഗത്ത് ആ കുട്ടി എപ്പോഴും ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിന് വേണ്ടി ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ കണ്ടു, സംസാരിച്ചു, അതിന് വേണ്ടുന്ന ചെയ്യാമെന്ന് പറഞ്ഞ്. നേരത്തെ കാലത്തെ ചെയ്യണമില്ല, അല്ലാതെ എല്ലാം വന്ന് സംഭവിച്ചതിന് ശേഷമല്ല ചെയ്യാൻ ഇറങ്ങേണ്ടുന്നത്. അല്ല, കേട്ടിട്ടും കണ്ടിട്ട് സഹിക്കാത്തത് കൊണ്ട് ഞാനും എൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. പറയാമല്ലോ, നമുക്കും പറയാമല്ലോ. നദിയിൽ നിന്ന് മണൽ വാരണമെന്ന് നേരത്തെ ഇരുന്നവർക്ക് അറിയത്തില്ലേ? മണൽ വാരി മാറ്റി നദിക്ക് ആഴം കൊണ്ട് മണൽ വാരാൻ പറഞ്ഞാൽ ഉടനെ പിന്നെ മണലല്ല, മൊത്തം വാരിക്കൊണ്ടങ്ങ് പോകും. അപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. മണൽ വാരി നദിക്ക് അതിൻ്റേതായ ഒരു ആഴം കൂട്ടണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുക, അതിൻ്റെ അപ്പുറത്ത് ചെയ്യരുത്. അതിൽ നിന്ന് കാശുണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. ഇനിയൊരു ദുരന്തം കാണാനും കേൾക്കാനും ഞങ്ങൾക്ക് മാനസികാവസ്ഥ ഞങ്ങളുടെ ശരിയല്ല. അതുകൊണ്ട് പറയുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ മുഖ്യമന്ത്രിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരും കൂടെ പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും കൂടെ പരിശ്രമിച്ച് അതിന് വേണ്ടുന്ന പരിഹാരം കാണുക. വിജയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞങ്ങൾക്കും കുറേ മനുഷ്യരുണ്ടെന്നും അവരുടെ ജീവനും സ്വത്തിനും വിലയുണ്ടെന്നും, അല്ല നിങ്ങളുടെ മനുഷ്യർക്ക് മാത്രമല്ല വിലയുള്ളതെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പുള്ളിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മളൊരു തെറ്റല്ലേ ചെയ്തുള്ളൂ. അവർക്കിത്തിരി വെള്ളം സംഭരിച്ച് വെച്ച് അത് അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു തെറ്റ് ചെയ്തു. ഇപ്പം കൂടുതലൊന്നും പറയുന്നില്ല. നന്ദി, നമസ്കാരം.